ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയുടെ പ്രതിനിധി മോഹൻദാസ് ഉണ്ട് ടെലിഫോണിൽ. മോഹൻദാസ്, 2018 ഇത് വലിയ ഡിബേറ്റ് ആയതാണ്. ഇപ്പോൾ നോക്കൂ, മണിയാർ പവർ പ്രൊജക്ടിന് വേണ്ടി കാർബോറാണ്ടം എന്നൊരു കമ്പനിക്ക് വേണ്ടിയാണ് ചെങ്ങന്നൂരിൽ പ്രളയം സൃഷ്ടിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതിരുന്നത് കരിമണൽ ഖനനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഈ ചാലക്കുടി മാള മേഖലയിലും പ്രളയം ബാധിച്ചായിരുന്നല്ലോ. പ്രത്യേകിച്ചും പൊരിങ്ങൽക്കുത്ത് ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു അതിൻ്റെ പ്രശ്നം. അത് എന്ത് താല്പര്യത്തിനായിരിക്കുമെന്നാണ് ഈ ശബ്ദരേഖയുടെ അടിസ്ഥാനം നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ശബ്ദരേഖയെ മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് എന്നോട് ലേറ്റ് ആയിട്ടാണ് കേട്ടത്. മുഴുവൻ വസ്തുതകൾ മനസ്സിലായിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും. ഈ ദുരന്തത്തിനെ ഒരു നേട്ടമായിട്ട്, ലോട്ടറി ആയിട്ട് കണക്കാക്കുന്ന നല്ലൊരു വിഭാഗം ഈ മണൽ അല്ലെങ്കിൽ കൊള്ളക്കാരും, കരിമണലുമായാലും മറ്റു മണലായാലും കൊള്ളക്കാരും മറ്റൊന്ന് കേരളത്തിലുണ്ട് എന്നത് വളരെ വസ്തുതയാണ്. അതിന് ഒത്താശ ചെയ്യുന്നതിലുള്ള KSEBയുടെയും ഇറിഗേഷന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു വൃന്ദമുണ്ടോ എന്നും ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ചാലക്കുടി പുഴയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് ലോബി എന്നതിനേക്കാൾ ഉപരിയായി തികച്ചും നിരുത്തരവാദമായ സമീപം മനസ്സിലാക്കും. കാരണം 18 ഓഗസ്റ്റിലത്തെ വെള്ളപ്പൊക്കം വരുന്നതിനേക്കാളും ഒരു 1.5 മാസമെങ്കിലും മുമ്പ് ഇത്തരത്തിലൊരു സാഹചര്യം അതിന് മുമ്പ് തന്നെ ജൂലൈ അവസാനം തന്നെ ഉണ്ടാവാൻ ഇടയുണ്ടെന്നുള്ളതാണ് ഒരു കത്ത് ഞാൻ തന്നെ നേരിട്ട് കളക്ടർക്ക് കൈമാറുകയുണ്ടായി. അതിൽ നമ്മൾ നിർദ്ദേശിച്ചിരുന്ന കാര്യം ഡാമുകൾ മുഴുവൻ നിലയിലും സംഭരിച്ചു നിർത്തുന്ന അവസ്ഥയിലാണ് അന്നുണ്ടായിരുന്നത്. പെട്ടെന്ന് വരുന്നൊരു മഴയെ തരണം ചെയ്യണമെങ്കിൽ അതിനൊരു കുഷൻ സ്പേസ്. ശ്രീ മോഹൻദാസ്, കൃഷ്ണൻകുട്ടിയുടെ ശബ്ദരേഖയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പറമ്പിക്കുളം പദ്ധതിയിൽ നടന്നതാണ്. തമിഴ്നാട്ടിലേക്ക് പോകേണ്ട വെള്ളം അവിടെ പണി നടക്കുന്നതുകൊണ്ട് കരാറുകാരൻ പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടില്ല, പകരം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് വിട്ടു. ഇതാണ് ചാലക്കുടി പുഴ നിറഞ്ഞൊഴുകാൻ കാരണം എന്നാണ് പറയുന്നത്. ഉണ്ട്. അപ്പൊ ഡാമുകൾ നിറച്ചു നിർത്തുക എന്നുള്ളത് KSEBയുടെ ഒരു വിനോദമാണ്. അതിന് അപകടം പിന്നീടുണ്ടാവുമോ മറ്റു ചട്ടങ്ങളാണോ എന്ന് ഒരിക്കലും ഇപ്പോഴും ഇന്നലെ വരെയും അവർ പാലിച്ചിട്ടില്ല. നിരുത്തരവാദപരമായ അവസ്ഥ മോഹൻദാസ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. കാര്യം ഇത് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിൽ പോലും, കൃഷ്ണൻകുട്ടിയുടെ ഈ ആരോപണം IIT പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വേറൊരു കഥയാണ് പറയുന്നത് എങ്കിൽ പോലും, പിന്നീട് ഈ ഡാം മാനേജ്മെന്റിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ ഈ പ്രളയം കൊണ്ടുവന്നില്ലേ? ഡാം മാനേജ്മെന്റിൽ മാറ്റം വരുന്നപ്പോൾ ചാലക്കുടി സംഭവം പിന്നീട് 19ലും ഇതേപോലത്തെ അവസ്ഥ ആവർത്തിക്കുമായിരുന്നു. പക്ഷെ കുറച്ചൊരു കുഷൻ സ്പേസ് അവരിട്ടു. പിന്നീട് കുറേശ്ശെ വ്യത്യാസം വന്നിട്ടുണ്ട്, പൂർണ്ണമായിട്ടായിട്ടില്ല. ഇപ്പോഴും തൃപ്തികരമല്ല അവസ്ഥ. അതിന്റെ ഗൗരവമായ അവസ്ഥ ഇപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വേണ്ടത്ര പരിഗണിച്ചിട്ടില്ല എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ എല്ലാ വർഷവും ഈ മഴക്കാലത്തിന് മുമ്പുള്ള ഒരുക്കങ്ങളിൽ ഇത്തരം താക്കീതുകളോ അല്ലെങ്കിൽ ഇത്തരം മുന്നറിയിപ്പുകളോ കൃത്യമായി കാലാവസ്ഥാ പ്രവചനത്തിന് കണക്ക് കുസാറ്റിൽ നിന്നും മറ്റുള്ള റിപ്പോർട്ടുകൾ പഠിച്ച് കൃത്യമായ തനിക്കുള്ള ഇന്ന ദിവസങ്ങളിൽ ഇത്ര അളവിലാണ് വെള്ളം നിർത്തേണ്ടത് എന്നുള്ള അടക്കമുള്ള കണക്കുകൾ നമ്മൾ ശേഖരിച്ച് സമർപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ഒരു പ്രതികരണം ഉണ്ടാക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. വാതിൽ ആവർത്തിച്ച് നോക്ക് ചെയ്താലും അകത്ത് നിന്ന് മറുപടി ഇല്ലാത്ത അവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട്. ശരി ശരി, നന്ദി ശ്രീ മോഹൻദാസ് ഈ വാർത്തയോട് പ്രതികരിച്ചു. ഇതിൽ അജിംഷ കണ്ടത്, അതായത് അന്ന് നമ്മൾ ഈ പ്രളയത്തിന് ശേഷം